തോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന സത്യങ്ങളെല്ലാം തന്നെ വൈജയന്തിയോട് തുറന്നു പറയുന്ന സമയത്തിന് വൈജയന്തി അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അലീനയുടെ മുന്നിൽ വെച്ച് അതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും വൈജയന്തി ആകെ ടെൻഷനോട് കൂടി തന്നെ നേരെ രോഹിത്തിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അമ്മയെ കാണുന്ന സമയത്തിന് അമ്മയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കാണുക. വൈജയന്തി ഭയങ്കര ദേഷ്യത്തിൽ രോഹിതിനെ തിരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് രോഹിതിന് ആകങ്ങ് പേടിയാവും. രോഹത്തിന് പേടിയായിട്ട് പയ്യെ അമ്മയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. വൈജയന്തിയുടെ മുഖഭാവമെല്ലാം കാണുന്ന സമയത്തിന് രോഹിത്തിന് പേടിയാവുകയാണ്. കാരണം എന്തോ ഒരു പന്തികേട് തോന്നിക്കൊണ്ടായിരിക്കട്ടെ രോഹിത് പേടിച്ച് നിൽക്കുന്നത്. അലീനോട് താൻ വലിയൊരു തെറ്റ് ചെയ്തു, അതെന്തായാലും വീട്ടുകാർ ഇന്നോ നാളെയോ അറിയുമെന്ന കാര്യം രോഹിത്തിന് അറിയാമായിരുന്നു. എന്നാൽ യാതൊരുവിധ പേടിയോ ഭയമോ ഒന്നും കൂടാതെ തന്നെ രോഹിതിന്റെ മനസ്സ് അതേ രീതിയിൽ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഹരിശങ്കർ. എന്നാൽ വൈജയന്തി തന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നതും കണ്ട് പേടിച്ചുകൊണ്ട് രോഹിത് ചോദിക്കുന്നതിന് അമ്മ എന്താ എന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീയും ഹരിശങ്കറും കൂടി ചേർന്നിട്ട് ആ അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവൾക്ക് നാരങ്ങാ വെള്ളത്തിൽ മയക്കുമൊഴി ചേർത്ത് കൊണ്ടതിന് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് രോഹിത്തിന് മറുപടിയൊന്നുമില്ലാതെ അങ്ങനെ തലകുനിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം അത് സത്യമാണെന്നൊക്കെ മനസ്സിലാക്കി വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് വൈജയന്തി നേരെ രോഹിതിന് മുന്നിൽ പൊട്ടിത്തെറിക്കും. പറയടാ, സത്യം പറയടാ, നീയും ഹരിയും കൂടി ചേർന്നിട്ട് എന്താ അവളെ ചെയ്തത്? അന്നേരം രോഹിത് ഒന്നും വേണ്ടാതെ അങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് നിർത്താതെ കർണതീരത്തിൽ ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കാണ്. പറയടാ, സത്യം പറയടാ എന്ന് പറയുന്ന സമയത്തിന് രോഹിത് ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് തല ഇറങ്ങി വീഴാണ്. അതോടുകൂടെ തന്നെ പിന്നെ വടി നിർത്തിയെന്നായിരിക്കും രോഹിത്തിന്റെ വിചാരം. പക്ഷേ വൈജയന്തി ആണെങ്കിൽ നിർത്താതിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും നിർത്താതിട്ട് അങ്ങ് അടിക്കാണ്. പറയടാ, സത്യം പറയടാ, ഇല്ലാന്ന് പറയടാന്ന് ഇങ്ങനെ വീണ്ടും നിർബന്ധിക്കുന്ന സമയത്തിന് രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും രോഹിത് ഇല്ലാന്ന് പറയാൻ തന്നെയാണ് വൈജയന്തി ആഗ്രഹിക്കുന്നത്. വൈജയന്തി ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല, അലീന കള്ളം പറഞ്ഞതാണ്. ബാലചന്ദ്രനെ പറഞ്ഞ മയക്ക് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അലീനയുടെ തന്ത്രമായിരിക്കും ഇത് എന്നായിരിക്കും വൈജയന്തി വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് വൈജയന്തി മുകളിലേക്ക് കയറി ചെന്നത്. പക്ഷേ രോഹിത്തിന്റെ ആ ഒരു മൗനം വൈജയന്തിയെ വല്ലാതങ്ങ് ഞെട്ടിച്ചു. ചെയ്തിട്ടില്ല എന്ന് പറയടാ പറയടാ എന്നൊക്കെ പറഞ്ഞ് തിരുങ്ങും വിലങ്ങും ഇങ്ങനെ അടിക്കുന്ന സമയത്തിന് രോഹിത് ഒന്നും മിണ്ടില്ല. അവസാനം സമ്മതിക്കാണ്, ചെയ്തു എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരികയാണ്. അമ്മയുടെ ഈ ഒരു പൊതിരെയുള്ള അടി നിർത്തണമെങ്കിൽ താൻ സത്യം പറഞ്ഞേ മതിയാവൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രോഹിത് സത്യം പറയണ. അതോടുകൂടി തന്നെ വൈജയന്തി ആകെ തളർന്നു പോവും. എന്നാൽ തന്റെ മകൻ ഇങ്ങനൊരു നീചപ്രവൃത്തി ചെയ്യുമെന്ന് വൈജയന്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ തളർന്നു പോവാണെന്ന് മാത്രമല്ല ഒട്ടും സഹിക്കാതെ സങ്കടപ്പെട്ട് നേരെ ഹാളിൽ വന്നിരിക്കുകയാണ്. വൈജയന്തിക്ക് ഏതായാലും പിന്നീട് അങ്ങോട്ടേക്ക് അലീനയോട് ഇരട്ടി ദേഷ്യം തന്നെയാണ് തോന്നുന്നത്. യാതൊരുവിധ സഹതാപവും ഒന്നും തന്നെ വൈജയന്തിക്ക് തോന്നുന്നില്ല. തന്റെ മകൻ ചെയ്തതൊരു തെറ്റാണെങ്കിലും ആ ഒരു തെറ്റ് അംഗീകരിക്കാനും വൈജയന്തി തയ്യാറാവുന്നില്ല. ഇതെല്ലാം അലീന കാരണമാണല്ലോ. അലീന ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ എവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കട്ടെ വൈജയന്തിക്ക്. വൈജയന്തി വളരെയധികം വിഷമത്തോടെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് വൈജയന്തി പറയുന്നുണ്ട്, കല്യാണപ്രായമായ പെൺകുട്ടികൾ ഒരിക്കലും വീട്ടുജോലിക്ക് നിർത്തരുതെന്ന് ഞാൻ അന്നേ ബാലചന്ദ്രനോട് പറഞ്ഞതായിരുന്നു. എൻ്റെ ഇഷ്ടമില്ലാതെയാണ് അവർ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ വെറുപ്പാണ് എന്നൊക്കെ പറയും. നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലേ? നിന്റെ ചികിത്സാ ചെലവും അതുപോലെ തന്നെ അതേ തുക ബാലചന്ദ്രൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നില്ലേ? ഇനി ആ പൈസയിൽ നിന്നും ഒരു രൂപ പോലും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു തരണ്ട. നിന്റെ ചികിത്സാ ചെലവും അതുപോലെ നിനക്ക് ഇഷ്ടം പോലെ പണവും കിട്ടില്ലേ? അതുമായിട്ട് നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കാണ് വൈജയന്തി. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥത ഇല്ലാതാക്കുന്നത് നീയാണ്. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നതോടുകൂടി തന്നെ അതിങ്ങനെ ഇരട്ടിച്ച് വരികയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്നങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് പറയാണ്. എന്നാൽ സ്വന്തം അമ്മ തന്നോട് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് വല്ലാത്ത വിഷമമായിരിക്കും. അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന സമയത്തിന് അലീന വളരെയധികം സങ്കടത്തോട് വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരിക്കട്ടെ വൈജയന്തി ഇങ്ങനെ നോക്കുന്നത്. അലീന ഏതായാലും ഒന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അലീന തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. മോനെ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കണമായിരുന്നു മാഡം. അന്നേരം വൈജയന്തിക്ക് ദേഷ്യം വന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. നീ ഏതായാലും എൻ്റെ മോൻ്റെ കാര്യം എടുക്കണ്ട. നീ എന്തായാലും ഇവിടെ നിന്ന് പോകണം. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ സമ്മതിച്ചില്ലെങ്കിലും നീ ഇവിടെ നിന്ന് പോകണം. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ വൈജയന്തി വീണ്ടും അലീന ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. അലീന പറയുന്നുണ്ട്, നിരപരാധികളായ ഓരോരുത്തരും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇതിനു മുൻപ് ഞാൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്ന കാര്യം മാഡം തന്നെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാഡത്തിന് ഇതിനുള്ള ഉത്തരം കിട്ടും. എന്നാൽ അലീനയുടെ ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് വൈജയന്തി ഒന്ന് ഷോക്കായി പോവാണ്. താൻ പണ്ട് തെറ്റ് ചെയ്തിരുന്നു എന്ന കാര്യം അലീനക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്ന കാര്യം വൈജയന്തിക്ക് ബോധ്യപ്പെടും. സത്യങ്ങളെല്ലാം തന്നെ ഇവൾക്കറിയാവുന്ന സ്ഥിതിക്ക് ഇനി ഇവളെവിടെ നിർത്തിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവൾ എവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് വൈജയന്തി തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെ ആയിരിക്കും. ബാലചന്ദ്രൻ ഏതായാലും അലീനക്ക് മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്.
മോളെ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ മോളോട് മാപ്പ് ചോദിക്കാണ്. ഇനി എൻ്റെ മകൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു നീക്കമുണ്ടാവില്ല. പക്ഷേ മോളെ, നീ എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ഏതായാലും വളരെയധികം സ്നേഹത്തോടെ അലീനെ എങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കട്ടെ പറയുന്നത്. അലീനക്കും വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അലീനയാണെങ്കിൽ ബാലചന്ദ്രനെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയായിരിക്കും കാണുന്നത്. രോഹിത് ആണെങ്കിൽ തൻ്റെ സ്വന്തം അനിയനെ പോലെയും. അതുകൊണ്ട് തന്നെയാണ് രോഹിത് ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും ഒരിക്കലും പോലീസിന് പോലും അലീന ഇത് ഒറ്റിക്കൊടുക്കാഞ്ഞത്. സ്വന്തം കുടുംബത്തെ, സ്വന്തം വീട്ടുകാരെ പോലെയാണ് അലീന ഈ വീട്ടിലെ എല്ലാവരെയും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്ക് യാതൊരുവിധ ദോഷം വരരുതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ അലീന അങ്ങനെ ആ ഒരു കേസില്ലാതാക്കിയതും. അലീന പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് സാറിനെ കണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം സമൂഹം അറിഞ്ഞാൽ പിന്നെ സാറിൻ്റെ മാനം അഭിമാനമൊക്കെ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ പോലീസിൽ പോലും ഈ ഒരു മൊഴി മാറ്റി പറഞ്ഞത്. ഇനി ആയാലും ഒരിക്കലും അതെൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അന്ന് ദേഷ്യത്തോടെ ഞാൻ ആ കാര്യം രോഹിത്തിനോടും മാഡത്തിനോടും തുറന്നു പറഞ്ഞു എന്ന് സത്യം തന്നെയാണ്. അവരുടെ കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് സാർ ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞത്. പക്ഷേ ഇനി ഒരിക്കലും അതിൻ്റെ പേരിൽ എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തെറ്റും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലീന സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. ഏതായാലും അലീനയുടെ ഈ ഒരു വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ വല്ലാത്ത വിഷമാവാണ്. താൻ ഇവിടെ ഉണ്ടാവുന്നിടത്ത് അത്രയും കാലത്തോളം അലീനയുടെ മനസ്സ് വേദനിപ്പിക്കാൻ താൻ സമ്മതിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കാത്ത ബാലചന്ദ്രൻ. അതിനുശേഷം ബാലചന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലാണ്. എന്നിട്ട് മുത്തശ്ശി കാണാതെ മുത്തശ്ശിയുടെ ഫോൺ എടുക്കുന്നുണ്ട്. മാത്രമല്ല അതിലെ ഫോൺ റെക്കോർഡിങ്സും ഒക്കെ തൻ്റെ ഫോണിലേക്ക് അയക്കും. അതിനുശേഷം റൂമിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ടതിന് ആ ഒരു ഫോൺ റെക്കോർഡിങ്സിലെ സംസാരമെല്ലാം കേൾക്കാൻ ഇടവരികയാണ്. അലീനയും രേവതിക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു കോൾ റെക്കോർഡിങ്സിന് കേൾക്കുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രന് വൈജയന്തിയെ ഒരിത്തിരി പോലും സംശയമുണ്ടായിരുന്നില്ല. ഇവരുടെ സംഭാഷണം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കും ബാലചന്ദ്രൻ ആ ഒരു കോൾ റെക്കോർഡിങ്സ് തൻ്റെ ഫോണിലേക്ക് അയച്ചത്. എന്നിട്ട് അലീനയും രേവതിക്കുട്ടിയും തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. എന്തായി ചേച്ചി അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, രോഹിത്തിൻ്റെ ഹരിയുടെ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു മോളെ. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, മാഡം എന്ത് പറയാൻ, ഞാൻ ഇപ്പോഴും തെറ്റ് ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് മാഡത്തിൻ്റെ ഭാവം. സത്യം ഏതായാലും ഇവിടുത്തെ ബാലചന്ദ്രൻ സാറിന് മനസ്സിലായി. അദ്ദേഹം അതിൻ്റെ കോമ്പൻസേഷനായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് 1.25 ലക്ഷം രൂപ ഇട്ടു. അത് വൈജയന്തി മാഡം പറഞ്ഞതോടുകൂടി പ്രശ്നങ്ങൾ കൂടി. ഞാൻ അയാൾക്ക് കയ്യും കലാശവും കാണിച്ചു കൊടുത്തത് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് എന്നൊക്കെയാണ് മാഡം പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് രേവതിക്കുട്ടിക്ക് അങ്ങ് ദേഷ്യം വരുന്നതിന് രേവതിക്കുട്ടി ചോദിക്കുന്നതിന്, ചേച്ചിക്ക് അവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കൊടുക്കായിരുന്നില്ല ഇതൊക്കെ? 22 വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ പ്രസവിച്ച് തള്ളിയ ആ മോളാണ് ഞാൻ. സത്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്, നിങ്ങളുടെ കൂടെ കുറച്ചു കാലം താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള സത്യം ചേച്ചിക്ക് അവരോടങ്ങ് പറഞ്ഞു കൊടുത്തൂടെ? ചേച്ചി എന്തിനാ ഈ രഹസ്യങ്ങളൊക്കെ അവർക്ക് മുന്നിൽ ഇങ്ങനെ മൂടി വെക്കുന്നത്? അവരുടെ അഹങ്കാരം അങ്ങ് തീർത്തു കൊടുക്കണം. ചേച്ചിക്ക് അവിടെ സ്ഥാനമുണ്ട്, എന്നിട്ടും ചേച്ചി എന്തിനാ അവിടെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്? അന്നേരം അലീന പറഞ്ഞിട്ട്, അതിന് മോളെ, ഞാൻ അവരുടെ സ്വന്തം മോളാണെന്ന സത്യം അവർക്കറിയാത്തത് കൊണ്ടല്ലേ അവരിങ്ങോട്ടൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, വേണ്ട, സ്വന്തം മകളാണെന്നുള്ള പരിഗണന വേണ്ട, പക്ഷേ ഒരു മനുഷ്യ സ്ത്രീയോട് കാണിക്കുന്ന പരിഗണനയെങ്കിലും ചേച്ചിയർക്ക് അവർക്ക് തന്നൂടെ? എന്നാൽ രേവതിക്കുട്ടിയുടെ ആ ഒരു വാക്ക് കേൾക്കുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകങ്ങ് ഷോക്കാവാണ്. അന്ന് അലീന ഒരിക്കലും രോഹിത്തിനെതിരായിട്ട് മൊഴി കൊടുത്തില്ലല്ലോ പോലീസിനെ. അന്ന് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണെന്നുള്ള കാര്യം ബാലചന്ദ്രന് മനസ്സിലാവും. വൈജയന്തി 22 വർഷങ്ങൾക്ക് മുൻപേ പ്രസവിച്ച് തള്ളിയ മോളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, ബാലചന്ദ്രൻ ആകങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ്. ഇത്ര കാലം കൂടപ്പിറപ്പുകളെ പോലെ തന്നെ അലീന അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാർക്കും അലീന തൻ്റെ കൂടപ്പിറപ്പല്ലേ എന്ന് പറഞ്ഞതെന്നായിരുന്നു ബാലചന്ദ്രൻ ഇത്രയും നാളും വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ 22 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി പ്രസവിച്ച കുഞ്ഞിരാമൻ തിരുവനന്തപുരത്ത് പോയി തള്ളിക്കളഞ്ഞ ആ ഒരു കുഞ്ഞാണ് അലീന എന്ന് പറയുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കും. ബാലചന്ദ്രന് വൈജയന്തിയെ ചെറുപ്പം മുതലേ അറിയാം. പക്ഷേ ആഗ്രയിലേക്ക് പോയ ആ ഒരു 3 വർഷത്തെ കാര്യം മാത്രമേ ബാലചന്ദ്രൻ അറിയാത്തതുള്ളൂ. എന്നാൽ ആ ഒരു 3 വർഷത്തിനിടെ തന്നെ വൈജയന്തി ഒരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു എന്നും അവിടെ വെച്ച് ഗർഭിണിയായെന്നും അവിടെ നിന്നും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ആ ഒരു കുഞ്ഞാണ് അലീന എന്ന സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിയും. അതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ ഭ്രാന്തി പിടിച്ചതുപോലെയാണ്. ഒരു ഭ്രാന്തനെ പോലെ തന്നെ അവിടെ റൂമിലിരിക്കുന്ന കസാരയെല്ലാം ചവിട്ടി പിടിച്ച് ആകെ ഒരു ഭ്രാന്താവസ്ഥയിലാവട്ടെ ബാലചന്ദ്രൻ. എന്നിട്ട് ആ ഒരു സങ്കടമൊന്നും സഹിക്കാൻ കഴിയാതെ ആകെ ഇങ്ങനെ തളർന്നടിച്ചങ്ങ് വീഴും. സ്വന്തം ഭാര്യ ഇത്രയും വലിയൊരു കൊടും ചതി, സ്വന്തം ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ചേർന്ന് കൂടെ തന്നോട് ഇത്ര വലിയൊരു കൊടും ചതി ചെയ്യുമെന്ന് ബാലചന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ വൈജയുടെ സ്വന്തം മോളാണ് അലീന. അതുകൊണ്ട് തന്നെ ഇനി അലീനയെ താൻ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തണോ അതോ അവൾ എന്നെ തള്ളിക്കളയണോ എന്ന് പോലും അറിയാത്തൊരു ഭ്രാന്താവസ്ഥയിലായിരിക്കും ബാലചന്ദ്രൻ. അലീനയുടെ ഇത്രയും നല്ലൊരു സ്വഭാവം കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഒരിക്കലും അലീനയെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല. സത്യമല്ല മനസ്സിലാക്കിയിട്ട് പോലും ബാലചന്ദ്രൻ ഏതായാലും അത് മനസ്സിൽ തന്നെ വെക്കാണ്. പക്ഷേ ആ ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം പിന്നീട് അങ്ങോട്ട് ഉടനീളം വൈജയന്തിയോട് കാണിക്കാൻ നോക്കും. അലീനയെ തള്ളിക്കളയാനും പറ്റാത്തൊരു മട്ടായിരിക്കും. കാരണം ബാലചന്ദ്രനല്ലാതെ മുത്തശ്ശിക്കാണെങ്കിലും മനുവിനാണെങ്കിലും അലീന എന്ന് വെച്ച ജീവനാണ്.
കൃഷ്ണമോളും സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് അലീനയെ കാണുന്നത്. ഈ വീട്ടിൽ രോഹിത്തും വൈജയന്തി ഒഴികെ എല്ലാവർക്കും അലീന എന്ന് വെച്ച ജീവനാണ്. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രൻ ആകെ അങ്ങനെ തകർന്നു പോവാണ്. ആകെ തളർന്നിരിക്കുന്ന ബാലചന്ദ്രനെ കണ്ടുകൊണ്ടായിരിക്കട്ടെ അലീന വരുന്നത്. എന്നാൽ ബാലചന്ദ്രന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അലീനക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് കാരണമെന്നൊന്നും അലീനക്ക് അറിയുന്നില്ല. പക്ഷേ എന്താണ് ബാലചന്ദ്രൻ സാറിന് സംഭവിച്ചതെന്നുള്ള കാര്യമൊന്നും അലീന മനസ്സിലാക്കുന്നില്ല. തൻ്റെ ജന്മരഹസ്യം ബാലചന്ദ്രൻ സാർ തിരിച്ചറിഞ്ഞു എന്ന കാര്യമൊന്നും തന്നെ അലീന അറിയുന്നില്ല. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ ഭയങ്കര വെറുപ്പും ദേഷ്യവും അർപ്പൊക്കെ ആയിരിക്കട്ടെ വൈജയന്തിയോട് തോന്നുന്നത്. അലീനയെ അവിടെ നിന്നും ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല അലീനയെ വെച്ചുകൊണ്ടതിന് വൈജയന്തിയോട് പകരം വീട്ടുന്ന ബാലചന്ദ്രനെ ആയിരിക്കും ഇനി നമുക്ക് ഈ എപ്പിസോഡിലൊക്കെ ഉടനീളം കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.